ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ ചില സമയം ഫ്ലെയിം ഓഫ് ചെയ്യാനെല്ലാം മറന്നു പോയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലിയിലോ വേറെ എന്തെങ്കിലും തിരക്കിലെല്ലാം ആകുമ്പോൾ ഇതുപോലെ കരിഞ്ഞു പോയ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിനാ? ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടാണ് ഇങ്ങനെ പറ്റിയത്. നല്ലോണം അടുക്കി പിടിച്ച് കരിഞ്ഞു പോയിനേനും പാത്രം. വളരെ എളുപ്പത്തിൽ തന്നെ എനിക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റീന്. ആ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എത്ര കരിഞ്ഞു പോയ പാത്രമായാലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ടൈപ്പ് പാത്രമായാലും നമുക്ക് ഈ ടിപ്പ് തന്നെ ഉപയോഗിക്കാം. എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിയെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ടാണ്. ഇങ്ങനെ ചെയ്താൽ പാത്രത്തിന് നല്ല തിളക്കവും കിട്ടും, എല്ലാ കരിയും തന്നെ മാറി കിട്ടുകയും ചെയ്യും, കരിഞ്ഞു പോയ ഭാഗം. കരിഞ്ഞു പോയ പാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 ടീസ്പൂൺ സോപ്പ് പൊടിയും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. അന്നേരം തന്നെ ഈ കരിഞ്ഞു പോയ ഓരോ പാടിങ്ങനെ വരും. നല്ലോണം ഇളക്കി കൊടുത്താൽ ഇതാ കരിഞ്ഞു പോയ ഭാഗമെല്ലാം ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓരോ ഭാഗത്തേക്കായിട്ട് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ട്. വെള്ളം നന്നായി ചൂടായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. ചട്ടുകത്തോടെ ഇളക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടുക. നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ കരിയൊക്കെ ഇളകി വരുന്നുണ്ട്. നമുക്ക് സ്പൂണോട് അധികം ഇളക്കാൻ കഴിയാട്ടിന് ചട്ടുകത്തോടെ ഇളക്കുമ്പോൾ നല്ലോണം കരിയൊക്കെ ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി തന്നെ കാണാൻ പറ്റും. ഇത് ഏകദേശം എല്ലാം പോകുന്നുണ്ട്. എന്തായാലും നിങ്ങളിത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പറ്റിയില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയണം, എന്നോട് കമൻറ്റ് ചെയ്യണേ. ഇത് ഏകദേശം എല്ലാം കരി പോയി, നന്നായിട്ട് പോയിട്ടുണ്ട് കരി. നല്ലോണം പോകുന്നുണ്ട്. ഇതാ ഏകദേശം മൊത്തത്തിൽ പോയി കരി. ഇത് അത്ര വിഷമമൊന്നുമില്ല, നല്ല എളുപ്പത്തിൽ തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റീന്. പാത്രത്തിൻ്റെ കരിയെല്ലാം പോയിട്ട് നന്നായിട്ട് തിളക്കം വെച്ചില്ലേ പാത്രം. നല്ലോണം കരിയെല്ലാം പോയില്ലേ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ഒരു കുച്ചെടുത്തിട്ട് നന്നായി ഉരച്ച് കഴുകുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയും ഇതുപോലത്തെ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഫൈനലി എൻ്റെ കരിഞ്ഞ പാത്രം ഇങ്ങനെ ആയി കിട്ടി എനിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ.